ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് അതിമനോഹരമായ ഒരു ഓണവിശേഷമാണ്. ഓണവിശേഷം എന്ന് വെച്ചാൽ ഓണപ്പരിപാടി, നമ്മളെ ക്രെഡിറ്റ് സൊസൈറ്റീൻ്റെ ഓണപ്പരിപാടി. അതിൽ ആശംസാ പ്രസംഗത്തിൽ ഞാൻ ആശംസ പറയുന്നതാണ്. വളരെ നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, ഞാൻ ഓണത്തിനേക്കാളും ആസ്വദിച്ച ഒരു പരിപാടിയായിരുന്നു ഇത്. കുഞ്ഞുമക്കളെ പാട്ടല്ലായിരുന്നു ഉച്ചവരെ. കുഞ്ഞുമക്കൾ പിന്നെ വലിയവരെല്ലാം ആയിട്ട് പാട്ട്, പിന്നെ ഓണപ്പാട്ടുകളും പിന്നെ നാടൻ പാട്ടുകളെല്ലാം ആയിട്ട് അടിച്ച് പൊളിച്ച് ഉച്ചക്ക് നല്ല ഓണസദ്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കളി. എൻ്റെ മോനാണ് നിമ്മൂട്ടൻ പാട്ട് പാടുന്നത്. എല്ലാവരും പാട്ടെല്ലാം പാടുന്നുണ്ട്, അടിപൊളിയായിട്ട് പാട്ടെല്ലാം പാടിയിട്ട്. പിന്നെ രണ്ടാമത്തെ മൂത്താൾ നിച്ചു, പിന്നെ എൻ്റെ ഫ്രണ്ട് രമ്യേൻ്റെ മോനും കൂടിയിട്ട് അവരൊരു നാടൻ പാട്ടാണ് പാടിയത്. ഇത് നമ്മുടെ തങ്കേച്ചീൻ്റെ മോളൊരു ഡാൻസ്, കുഞ്ഞുമോളൊരു ഡാൻസ്. മക്കളെല്ലാം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതെല്ലാം കാണാനൊരു പ്രത്യേക രസമല്ലേ. അവർ രണ്ട് ചുവട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലും അത് കാണാനൊരു നല്ല രസമാണ്. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു മോളാണ് ഇത്. പിന്നെ പെട്ടെന്ന് ഇവർ തയ്യാറായതാണെന്നൊരു തിരുവാതിര. യൂട്യൂബിൽ നോക്കിയിട്ട് അവരെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പഠിച്ചിട്ട് രാവിലെ അവർ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ടേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ, ഒന്നും തെറ്റാതെ നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉച്ചക്കത്തെ ഭക്ഷണത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. നമ്മൾ ഭക്ഷണം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, നമ്മൾ പല വീടുകളിൽ നിന്നായിട്ട് ഭക്ഷണം എടുത്തിട്ട് ഓരോരുത്തർ ഓരോ കറിയും, ചോറെടുക്കുന്നവർ ചോറ്, കറി എടുക്കുന്നവർ കറി, ഓരോ ഐറ്റംസ് പറഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഓരോ ഐറ്റംസ് കൊണ്ടുപോയിട്ട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണമല്ലേ, അപ്പോൾ പലതരത്തിലുള്ള ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്ഥലത്ത് നിന്ന് ഓണസദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സുമേഷ് സാറും ഗിരീഷ് സാറും ഇവർ രണ്ടാളും പാട്ട് പാടുന്നുണ്ട്. ഇത് പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊടലാണ്. ഞാൻ സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടി പോയതാണ്. സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോയപ്പോൾ എനിക്ക് ലക്ഷ്യമില്ലാണ്ട് ഞാൻ വേറെ ഒരു ഭാഗത്തേക്ക് പോയി. എല്ലാവരും പറഞ്ഞു സുന്ദരന്മാർക്കാണ് പൊട്ട് തൊടുന്നത്. നാളെ 2-3 ആണുങ്ങൾ ഇരുന്നിട്ടുണ്ട്, ആ ഭാഗത്തേക്കാണ് ഞാൻ പോയി. അപ്പോൾ സുന്ദരനാണോ പൊട്ട് തൊടുന്നതെന്ന് ചോദിച്ച് ഞാൻ ലാസ്റ്റ് കണ്ണ് ഇതാക്കാൻ നോക്കിയപ്പോൾ ഷൈമേച്ചി പറഞ്ഞു നേരെ പോയിക്കോന്നും പറഞ്ഞ് ഞാൻ ഒരു തരത്തിൽ ചുമര് പിടിച്ച് ഇപ്പോൾ സുന്ദരീനെയും കിട്ടി. സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് സുന്ദരീൻ്റെ പൊട്ട്. എന്തായാലും ഞാൻ സുന്ദരിക്ക് അടിപൊളിയായിട്ട് ഫസ്റ്റ് തന്നെ ഞാനാണ് നല്ല രീതിയിൽ പൊട്ട് വെച്ച് കൊടുത്ത്. അപ്പോൾ സുമേഷേട്ടനൊരു സംശയം, നല്ല രീതിയിൽ പൊട്ട് വെച്ചതുകൊണ്ട് കാണുന്നുണ്ടോ നോക്കി. ഈ മക്കളൊരു ഡാൻസ് ഉണ്ട്, നല്ലൊരു ഡാൻസ്, ഇവരുടെ ഡാൻസ്. പിന്നെ അത് കഴിഞ്ഞ് കസേരക്കളിയിൽ ഓരോരുത്തർ ഒഴിയുന്നതിന് മാറി മാറി നിൽക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നത്. എൻ്റെ മോനാണ് കസേരക്കളിയിൽ ഫസ്റ്റ്. പിന്നെ നമ്മളെ കസേരക്കളിയെ ഇതിൽ ഫസ്റ്റ് അനക്കാന്ന്. കസേരക്കളിയിൽ എല്ലാം കഴിഞ്ഞ് ഞാനും തങ്കേച്ചി മാത്രമായി. ലാസ്റ്റ് ഞാനും തങ്കേച്ചി ഫൈറ്റ് ചെയ്തിട്ട് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. കസേരക്കളിയിലും ഫസ്റ്റ് ഞാൻ വാങ്ങിയ. പിന്നെ ഇത് രണ്ടാമത്തെ ട്രിപ്പ് കസേരക്കളി. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് 2 ട്രിപ്പായിട്ടല്ലോ. ഇവരെല്ലാം കണ്ട കസേരക്കളിയുടെ ആസ്വദിച്ച് ശരിക്കും നമ്മളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. മൊത്തത്തിൽ എല്ലാവർക്കും എന്താ പറയണ്ടേ, നല്ലൊരു വൈബായിരുന്നു എല്ലാവർക്കും. കുട്ടികളെല്ലാം ബലൂൺ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്കും ബലൂൺ ഫൈറ്റിംഗ് വേണമായിരുന്നു. ഇത് പിന്നെ അന്നാണ് ബോൾ റേസിങ്, അന്നാണ് ഈ കളീനെ കുറിച്ച് ആദ്യമായിട്ട് കാണുന്നതാണ് ഞാനിത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കലായി. എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. നമ്മളെല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുത്ത്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രമ്യ, ഓള് സെൽഫി എടുത്തതാണ്. പിന്നെ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തു. ലാസ്റ്റ് ഫാമിലി ഫോട്ടോ എടുത്ത് പിന്നെ ഞാനും പ്രേമാണ്ണും കൂടി ഫോട്ടോ എടുത്ത്. പിന്നെ എൻ്റെ ഫ്രണ്ട് രമ്യേൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ലാസ്റ്റ് ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ ഓണവിശേഷം.